ഒരു സെപ്റ്റിക് ടാങ്കിന്റെ കാര്യക്ഷമതയിൽ അതിന്റെ ഇൻസ്റ്റലേഷനുള്ള പങ്ക് വലുതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയോടടുത്ത് തന്നെ പ്രാധാന്യം ശരിയായ ഇൻസ്റ്റലേഷനും നൽകുന്നത്. എങ്ങനെയാണ് ഓഷ്യൻ സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ടാങ്കിന്റെ വലുപ്പമനുസരിച്ച് സ്ഥലം അളന്ന് കുഴി കുത്തുകയാണ്. എല്ലാ വശത്തു നിന്നും കുറഞ്ഞത് 300 mm വിട്ടുവേണം ഇത് ചെയ്യാൻ. ഇത് സുരക്ഷയ്ക്കും ബാക്ക് ഫില്ലിംഗ് എളുപ്പത്തിലാക്കുന്നതിനും സഹായിക്കും. അതിനുശേഷം ഈ കുഴിയുടെ അടിത്തട്ടിൽ 6 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാം. ഇത് ഒരേ ലെവൽ ആയിരിക്കണം. ചെറിയ കല്ലുകളോ മറ്റു വസ്തുക്കളോ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ടാങ്കിന് ശരിയായ ഫൗണ്ടേഷൻ. ഇനി നമുക്ക് ഓഷ്യൻ സെപ്റ്റിക് ടാങ്ക് സാവധാനം ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. ടാങ്കിന്റെ ഇരുപ്പ് ലെവൽ ആണെന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമെങ്കിൽ അതിനായി ടെമ്പററി സപ്പോർട്ട് നൽകാവുന്നതാണ്. ബാക്ക് ഫില്ലിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ടാങ്കിന്റെ 25% വരെ വെള്ളം നിറയ്ക്കുക. ശരിയായ സ്ഥാനം ഉറപ്പാക്കാൻ ജലോപരിതലം വീണ്ടും ഒരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് പരിശോധിക്കുക. ഇത് ടാങ്കിനെ കുഴിയിൽ ശരിയായി നിലയുറപ്പിക്കാൻ സഹായിക്കും. കുഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിന്റെ വശങ്ങളിൽ നിന്നും മുകളിൽ നിന്നും മണ്ണിന്റെയോ വെള്ളത്തിന്റെയോ ബാഹ്യ സമ്മർദ്ദം വരാത്ത രീതിയിൽ കുഴിയുടെ വശങ്ങളും മുകൾ ഭാഗവും ബലപ്പെടുത്തണം. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള ഭൂപ്രദേശങ്ങളിൽ പരമാവധി ഉയരാൻ സാധ്യതയുള്ള ജലനിരപ്പിനേക്കാൾ മുകളിലായിരിക്കണം സെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കേണ്ടത്. 25% ലെവലിനു മുകളിൽ ക്രമേണ ടാങ്ക് നിറയ്ക്കുന്നത് തുടരുക. അതേസമയം ബാക്ക് ഫില്ലിംഗ് ആരംഭിക്കുക. ഇനി മൃദുവായ മണ്ണുപയോഗിച്ച് ലെയർ ബൈ ലെയറായി ബാക്ക് ഫിൽ ചെയ്യാം. വിടവുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത് ടാങ്കിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ടാങ്കിന്റെ ശേഷിയുടെ 50% വെള്ളം നിറയുമ്പോൾ സമാന്തരമായി ലെയർ ബൈ ലെയർ ബാക്ക് ഫില്ലിംഗ് തുടരുക. മെറ്റീരിയൽ എല്ലാ വശങ്ങളിലും തുല്യമായി ഒതുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് ടാങ്കിന്റെ ഉള്ളിലും പുറത്തുമുള്ള സമ്മർദ്ദം തുല്യമായി നിലനിർത്താൻ സഹായിക്കും. ബാക്ക് ഫില്ലിംഗ് പൂർത്തിയാക്കിയ ശേഷം ടാങ്ക് വെച്ചിരിക്കുന്ന പരിസരവും ലെവൽ ചെയ്യാം. ഇതോടെ ടാങ്ക് സുരക്ഷിതവും അതിന്റെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ നേരിടാൻ സന്നദ്ധവുമായി തീരും കാലങ്ങളോളം. ശേഷം ഓഷ്യൻ സോക്ക് പിറ്റ് ടാങ്കിന്റെ അടുത്ത് സ്ഥാപിച്ചു. ഔട്ട്ലെറ്റ് പൈപ്പിൽ കണക്ട് ചെയ്യാം. ഉയർന്ന നിലവാരമുള്ള പോളിമർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഓഷ്യൻ സോക്ക് പിറ്റ് നാച്ചുറൽ ഫിൽട്ടറേഷൻ ഉറപ്പാക്കുന്നു. സംസ്കരിച്ച വെള്ളം മാത്രം സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടക്കാൻ ഇത് സഹായിക്കുന്നു. ശരിയായി ഇൻസ്റ്റാൾ ചെയ്യാത്ത സെപ്റ്റിക് സിസ്റ്റം മൂലം ഇവ സംഭവിച്ചേക്കാം. ഭൂഗർഭജല മലിനീകരണം, ദുർഗന്ധവും വാതക അടിഞ്ഞുകൂടലും നിങ്ങളുടെ മുറ്റത്തെ ഘടനാപരമായ പരാജയങ്ങൾ. എന്നാൽ ശരിയായി ഇൻസ്റ്റാൾ ചെയ്ത ഓഷ്യൻ സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും ഉറപ്പുവരുത്തുന്നത് ചോർച്ചയില്ല, ആരോഗ്യ അപകടങ്ങളില്ല, പിന്നീട് ചെലവേറിയ അറ്റകുറ്റപ്പണികൾ വേണ്ട. ഇനി ഓഷ്യന്റെ സെപ്റ്റിക് ടാങ്ക് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് നോക്കാം. നൂതന പോളിമർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഓഷ്യൻ സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഇവ ചോർച്ചയെ പ്രതിരോധിക്കാനും ഭൂഗർഭമർദ്ദത്തെ പ്രതിരോധിക്കുവാനും സദാ സജ്ജമാണ്. ദീർഘകാല ഈടുനിൽക്കുന്നതാണ്. ഒപ്പം വൃത്തിയുള്ള ചുറ്റുപാടുകളെയും സുരക്ഷിതമായ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റും ഉറപ്പുവരുത്തുന്നു. ശരിയായി ഇൻസ്റ്റാൾ ചെയ്ത ഓരോ ഓഷ്യൻ സെപ്റ്റിക് ടാങ്കും ഒരു ലോങ് ടേം ലോ മെയിന്റനൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒറ്റത്തവണ ഇൻസ്റ്റാൾ ചെയ്യും, അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്യും. ഓഷ്യൻ സെപ്റ്റിക് ടാങ്ക്സ്, പീസ് ഓഫ് മൈൻഡ് ഗ്യാരണ്ടി.